നിങ്ങൾക്ക് മരം കാണും പക്ഷേ കാട് കാണില്ല എന്നൊരു പ്രശ്നം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ വിജയം ഒരു വലിയ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വിജയമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തെ കൈവിട്ടു എന്ന ഒരു തോന്നലിൽ നിന്നാണ് നിങ്ങൾക്ക് വളരെ വലിയ വിജയം പല സ്ഥലങ്ങളിലും കിട്ടിയത്. അതിനുശേഷം നിങ്ങൾ 3 മാസത്തിന് ശേഷം 4 മാസത്തിന് ശേഷം ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോഴാണ് 532 പഞ്ചായത്ത് ജയിച്ചിട്ട് 3 പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൈവിട്ട കളി കളിച്ചത്. പ്രാദേശിക വികാരമാണോ, അടുത്ത കേരളം ആര് ഭരിക്കണം എന്നുള്ളതിലാണോ കോൺഗ്രസിൻ്റെ താല്പര്യം നിൽക്കേണ്ടത്, കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യം നിൽക്കേണ്ടത്? ഇതിപ്പോൾ സംസ്ഥാന തലത്തിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അറിഞ്ഞിട്ട് ആണ് എന്നല്ല പറയുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വത്തിലെങ്കിലും ഇതിൽ പങ്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലെ ചിലർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റത്തൂരിൽ വിപ്പ് കൊടുക്കാൻ വൈകുന്നതും ചൊവ്വന്നൂരിൽ പ്രധാനപ്പെട്ട നേതാവിനെതിരെ, സത്യത്തിൽ മറ്റത്തൂരിൽ TM ചന്ദ്രൻ DCC ജനറൽ സെക്രട്ടറിയാണ്. TM ചന്ദ്രനെതിരെയാണ് ഇപ്പോൾ നടപടി വന്നുകൊണ്ടിരിക്കുന്നത്. TM ചന്ദ്രനെതിരെ നടപടി വരികയാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ലെങ്കിൽ ചെറിയ പ്രാദേശിക തലത്തിലുള്ള സംഭവമല്ല. 3 പഞ്ചായത്തുകളിലാണെങ്കിലും ഈ 3 പഞ്ചായത്തുകളിലെയും കണക്ഷൻ അതിന് തൊട്ട് മുകളിലുള്ള ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് കോൺഗ്രസ് കണക്ക് പറയേണ്ടി വരും. നോക്കൂ, എത്ര പെട്ടെന്നാണ് നറേഷൻ മറിയുന്നത്. നോക്കൂ, രാഷ്ട്രീയം അങ്ങനെയാണ്. ഇന്നത്തെ രാജാവ് നാളത്തെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളായി പോകും. കർണാടകത്തിലെ ഒരു ചേരി മുഴുവൻ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ചേരി മുഴുവൻ ഒഴിപ്പിച്ച വിഷയം ദേശീയ തലത്തിൽ എത്തിക്കഴിഞ്ഞു കോൺഗ്രസ്സെ. നിങ്ങൾക്ക് മറുപടിയില്ല. ഭൂരിപക്ഷവും മുസ്ലിങ്ങളുള്ള സ്ഥലത്തെ ബുൾഡോസറുകൾ ഉരുണ്ടത് കേരള ഇലക്ഷനെ വരെ ബാധിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ക്യാമറയ്ക്ക് മുമ്പിലും അല്ലാതെയും ബബ്ബ വെച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശികമായി ഒരുപാട് വികാരങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത നേതൃത്വമായി ജില്ലാ തലത്തിലുള്ള ആളുകൾ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവർക്കാർക്കും കാട് കാണാൻ പറ്റുന്നില്ല, മരമേ കാണുന്നുള്ളൂ. എൻ്റെ പഞ്ചായത്ത്, എൻ്റെ വാർഡ്, അല്ലെങ്കിൽ അതിലും താഴെ വേറെ നിങ്ങൾ എൻ്റെ ബൂത്തോ, അങ്ങനെയൊക്കെയുള്ള വാശികളിൽ കുടുങ്ങി കിടക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ എന്തൊരു അപഹാസ്യമായിട്ടാണ് ഈ മറ്റത്തൂരിൽ വാർത്താ സമ്മേളനം നടന്നത്.